ഉൾനാടൻ മത്സ്യമേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടായതായി മന്ത്രി സജി ചെറിയാൻ 100 കോടിയിൽ പരം രൂപ ഉൾനാടൻ മത്സ്യമേഖലയിൽ നിക്ഷേപിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റ് വന്നതിന് ശേഷം ശക്തമായ ഇടപെടലാണ് ഇക്കാര്യം നടത്തിയിട്ടുള്ളത്. കർഷകരുടെ പങ്കാളിത്തത്തോടെ കരിമീൻ മത്സ്യവിത്തുൽപാദനത്തിന് പിന്നാമ്പുറങ്ങളുടെ മത്സ്യവിത്തുൽപാദന യൂണിറ്റ് എന്ന പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട് സാർ. ഒരു യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് 3 ലക്ഷം രൂപ ചെലവ് വരും. ഇത്തരം യൂണിറ്റുകൾക്ക് ആദ്യ വർഷം ആകും ചെലവിൻ്റെ 40% 1,20,000 രൂപ ധനസഹായം ലഭിക്കും. 2023-24 വർഷം 229 പുതിയ കരിമീൻ വിത്തുൽപാദന യൂണിറ്റുകൾ സ്ഥാപിച്ചു. 148 കരിമീൻ വിത്തുൽപാദന യൂണിറ്റുകൾക്ക് തുടർ സഹായം നൽകുകയും ചെയ്തു. യൂണിറ്റുകളിൽ നിന്ന് 83.68 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. നടപ്പ് വർഷം 175 പുതിയ യൂണിറ്റുകൾ സ്ഥാപിക്കുകയും 309 യൂണിറ്റുകൾക്ക് തുടർ സഹായം നൽകുകയും ചെയ്തു. ഈ യൂണിറ്റുകളിൽ നിന്ന് 77.81 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് ലഭ്യമാണ് സാർ. ഈ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ വരാലിൻ്റെ ഉൽപ്പാദനത്തിനും കരിമീൻ്റെ ഉൽപ്പാദനത്തിനും പ്രത്യേകമായ ശ്രദ്ധ സർക്കാർ ഇപ്പോൾ വഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിയമസഭയിൽ നിന്ന് സുലേഖ ചേരുകയാണ്. സുലേഖ, എന്തൊക്കെയാണ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ? ചോദ്യത്തിന് വേണ്ടിയിൽ സജി ചെറിയാനാണ് ഇത്തരത്തിൽ ഉൾനാടൻ മത്സ്യബന്ധനത്തെ സംബന്ധിച്ചും അതിനൊപ്പം തന്നെ ഈ കായലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെയും സജി ചെറിയാൻ ഇത്തരത്തിലൊരു മറുപടി നൽകിയത്. കരിമീൻ ഉൽപാദനം അത് വലിയ തോതിൽ തന്നെ വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് സജി ചെറിയാൻ സഭയിൽ വ്യക്തമാക്കിയത്. വരും കാലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിന് വലിയ തോതിൽ ഈ ഉൾനാടൻ മത്സ്യമേഖലയിൽ വലിയ രീതിയിൽ തന്നെ മത്സ്യക്കുഞ്ഞുങ്ങൾ നിക്ഷേപിക്കുന്നത് കഴിഞ്ഞിട്ടുണ്ട്. 100 കോടിയിൽ പരം രൂപ ഉൾനാടൻ മത്സ്യമേഖലയിൽ നിക്ഷേപിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. വരും കാലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുമെന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി സജി ചെറിയാൻ സഭയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ മന്ത്രി എ കെ ശശീന്ദ്രനോട് ചോദ്യോത്തരവേളയിൽ ഈ വന്യമൃഗ ആക്രമണത്തിൽ ഉണ്ടാകുന്ന നഷ്ടപരിഹാരം സംബന്ധിച്ച കാര്യത്തിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു. നഷ്ടപരിഹാരത്തിന് പ്രത്യേക ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്ന കാര്യം ആലോചിക്കുമെന്നുള്ള കാര്യമാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനു വേണ്ട ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ വനവിസ്തൃതിയേക്കാൾ കൂടുതൽ വന്യജീവികൾ നിലവിലുണ്ട്. അത് നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലാണ് ആവശ്യം. അതിന് പ്രതിപക്ഷം കൂടെ ഒപ്പം നിൽക്കുമെന്നുള്ളൊരു കാര്യമാണ് നിൽക്കണമെന്നുള്ളൊരു കാര്യമാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ ശരി.